ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സദ്യക്കൊക്കെ പുളിയിഞ്ചിയല്ലേ കഴിക്കാറ്. ഇന്ന് നമുക്ക് വേറൊരു രീതിക്ക് വറുത്തരച്ചുള്ളൊരു പുളിയിഞ്ചിയല്ല ഇഞ്ചിക്കറി ആയാലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയേ. ഇനി ഞാനിവിടെ ഇഞ്ചി ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞു വെച്ചതാണ്, കനം കുറച്ച് അരിഞ്ഞതാണ്. ഇത് നമ്മുടെ നാടൻ ഇഞ്ചിയാണ്, അതാണ് നല്ല നിറമൊക്കെ. നമ്മുടെ ടെറസിൻ്റെ മേളിൽ ഗ്രോ ബാഗിലല്ല, ഒരു ബക്കറ്റിൽ നട്ടിരുന്നതാണ്. അപ്പോൾ കുറച്ചൊക്കെ ചീഞ്ഞു പോയി, ഈ വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് ചീഞ്ഞു പോണ്. അപ്പോൾ ഞാനിങ്ങോട്ട് പറിച്ചെടുത്തതാണ്. ഇതേ അപ്പോൾ അതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇഞ്ചി എല്ലാം നമുക്ക് കോരിയെടുക്കാം. വളരെ കനം കുറച്ചരിയണേ. എന്നാലാണ് എല്ലാ വശവും ഒരേപോലെ മൂത്ത് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഒരു 10 ചുവന്നുള്ളി വലിപ്പമുള്ളതാണ്, അത് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് വറുത്തെടുക്കാം. പച്ചമുളകുണ്ട്, 2 പച്ചമുളക്, ഇത്തിരി വലിപ്പമുള്ളതായിരുന്നേ. കുറച്ച് കറിവേപ്പില, നല്ല പോലെ ഇഞ്ചി വറുത്ത പോലെ തന്നെ അതും നമുക്ക് വറുത്ത് കോരാം. ഇപ്പോൾ കറിവേപ്പിലയൊക്കെ ഇടുമ്പോൾ നല്ലൊരു മണവും കൂടെ കിട്ടുവേ. അല്ലെങ്കിൽ തന്നെ ഇഞ്ചിക്ക് നല്ല മണമാണ്, നാടൻ ഇഞ്ചി ആയതുകൊണ്ട്. വളരെ ചെറുതായിരിക്കും. അപ്പോൾ ഇതേ ഉള്ളിയും കറിവേപ്പിലയും നല്ല പച്ചമുളകൊക്കെ നല്ലപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. അതും കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ഇത് വെളിച്ചെണ്ണ ഇത്തിരി അധികം ഉണ്ടേ, കുറച്ച് വെളിച്ചെണ്ണ മതി. അപ്പോൾ ഈ വെളിച്ചെണ്ണ കുറച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. കുറച്ച് വെളിച്ചെണ്ണ മതിയേ. ഇതിലേക്ക് ഞാൻ ഈ ഒരു 3 സ്പൂൺ തേങ്ങയുണ്ട്, അത് കൊത്തില്ലാതെ ചിരകിയെടുത്തതാണ്. അതും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഒത്തിരി തേങ്ങ ഇടരുത്. തേങ്ങ ഒത്തിരി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ തേങ്ങയുടെ ടേസ്റ്റായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 3 സ്പൂൺ തേങ്ങ എടുത്താൽ മതി. അത് ഇഞ്ചിയുടെ അനുസരിച്ചിട്ട് വേണേ. 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നല്ലപോലെ മുരിയട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ടേ. തീ കുറച്ചിട്ടിട്ട് വേണേ, ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകരുത്, ഒരു കയ്പ്പ് രസം ഉണ്ടാവുമേ. അതേപോലെ ഉലുവയും ഒത്തിരി കൂടിപ്പോവരുത്. ഇതിലേക്ക് ഞാനിപ്പോൾ ഈ പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി, അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട്, 1 സ്പൂൺ. ഇത് ടീസ്പൂണാണേ. ഇനി ഇതിലേക്ക് നമുക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. 1 നുള്ള് ഇട്ടാൽ മതിയേ. ഒരു 1/4 ടീസ്പൂൺ. അല്പം കായം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ മുളക് പൊടികളെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മല്ലിപ്പൊടി ഇടുന്നില്ല. മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് ചീത്തയായി പോകും. ഇതിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ആദ്യം ഞാൻ ഇഞ്ചിയും പച്ചമുളക് ഉള്ളി എല്ലാം കൂടെ ഉള്ളതാണ് ഇട്ടത്. ഇനി നമുക്ക് ഈ തേങ്ങ വറുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു തരിതരിപ്പോട് കൂടി വേണം പൊടിക്കാൻ. അങ്ങോട്ട് വെണ്ണ പോലെ അരയണ്ട. വെള്ളമൊന്നും ചേർക്കരുതേ, അല്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുമ്പോഴത്തേനും ഇതിൻ്റെ നിറം അങ്ങോട്ട് മാറിപ്പോകും. അപ്പോൾ ഇത് നമുക്കൊരു തരിതരിപ്പോട് കൂടി പൊടിച്ചെടുക്കാം.
ഇനി നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ഒരു ചട്ടിയിട്ട് മാറ്റി വെച്ചായിരുന്നല്ലോ, അത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. ഇനി ഇതൊന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് ഒരല്പം കടുകിട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടണം. കടുക് പൊട്ടിയില്ലെങ്കിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവുമേ ആ കടുകിൽ കടിക്കുമ്പോൾ. അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇത് നല്ല തരിതരിപ്പോട് കൂടി തന്നെ തേങ്ങയും ഇഞ്ചിയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു മുളകിൻ്റെ ഒരു 2-3 കഷ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകും 2-3 ഇട്ടിട്ടുണ്ട്. കറിവേപ്പില അതൊന്ന് മൂക്കട്ടെ. ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോവണ്ട. അപ്പോൾ മുളകൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മേദ ഇടാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടെ എടുത്ത് മാറ്റുന്നത്, ആ കറിവേപ്പിലയും മുളകൊക്കെ. ഇനി ഇതിലേക്ക് ഞാൻ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പുളിയിഞ്ചി വെക്കുന്ന അത്രയും പുളിയൊന്നും വേണ്ട. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചതാണ്. വെള്ളം ആവശ്യത്തിന് ഒഴിക്കണം ഈ പുളി പിഴിയുമ്പോൾ, അല്ലെങ്കിൽ കറി അങ്ങോട്ട് കട്ടയായിട്ടിരിക്കും. അപ്പോൾ ഇതൊന്നും നല്ലപോലെ വെട്ടി തിളക്കണേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. തിളക്കട്ടെ അവിടെ കിടന്ന്. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഇഞ്ചിയും തേങ്ങയൊക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണേ. നമ്മുടെ പുളിയിഞ്ചിയുടെ അതേ നിറത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പോലെ തിളക്കണം. അപ്പോൾ ഇപ്പം തന്നെ ഒരു കുറുകലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ജാറിലുള്ള മൊത്തം ഒന്ന് തൂത്തെടുക്കാം സ്പൂണ് വെച്ചിട്ട്. വീട്ടിൽ അമ്മ ഇതേപോലെയാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. ഞാൻ ഇതേപോലെയല്ല, ഞാൻ പുളിയിഞ്ചിയാണ് ഉണ്ടാക്കാറ്. ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ശർക്കര, ഒത്തിരി മധുരം വേണ്ട. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഇപ്പം തന്നെ നല്ല പോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഒരിലയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒഴുകി പോവില്ല. ചൂടാറുമ്പോഴത്തേനും നല്ല പോലെ ഒന്നും കൂടെ കുറുകൽ വരുവേ. പിന്നെ നമുക്ക് തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. നല്ല പോലെ കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ എടുത്ത് വെച്ച കറിവേപ്പിലയും മുളകൊക്കെ കൂടെ അതിൻ്റെ മീതെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. താങ്ക് യു.